പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ എളിയവന് നിദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന വിഷയം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 8 എപ്പിസോഡുകൾ പൂർത്തിയായി. അതിൻ്റെ 9ാമത്തെ പാർട്ട് ഇന്ന് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എവരെയും സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. പലവിധമുള്ള വ്യാജ പ്രചരണങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും സത്യം തിരിച്ചറിയുവാൻ കഴിയാതെ അനേകരും വളരെ പ്രതിസന്ധിയിലാണ്. ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് അനേകർക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും വിവിധങ്ങളാകുന്ന വ്യാജ പ്രചരണങ്ങൾ ലോകത്തിൽ നടക്കുന്നത് കൊണ്ടും അതിൻ്റെ പ്രചാരകരൊക്കെ വളരെ പ്രമുഖന്മാരായിരിക്കുന്ന ആളുകളായിരിക്കൊണ്ടും സത്യവചനം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പലപ്പോഴും ശത്രുവിൻ്റെ കെണിയിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് പലരും. എന്നാൽ ദൈവവചനത്തിൻ്റെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ദൈവം ആരാണെന്നും അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നതിൻ്റെ ആവശ്യകത എന്താണെന്നും തീർച്ചയായിട്ടും നാം മനസ്സിലാക്കിയിരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആത്മാവും അദൃശ്യനുമായ വിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുക എന്ന വളരെ സുപ്രധാനമായ കാര്യമാണ് കർത്താവ് നിർവഹിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. ദൈവം ഒരുവനേ ഉള്ളൂ എന്നും മറ്റൊരുത്തനും ഇല്ല എന്നത് സകല മനുഷ്യരും അറിയണം എന്നവൻ ആഗ്രഹിക്കുന്നു. അത് അവൻ്റെ വിശുദ്ധി എന്ന പദത്തിൽ അർത്ഥമാകുന്നതാണ്. ദൈവം വിശുദ്ധനാണ്. അവൻ്റെ വിശുദ്ധി എന്ന പദത്തിന് ദൈവം ഒരുവനേ ഉള്ളൂ എന്നത് വ്യക്തമാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആത്മാവും അദൃശ്യനുമായ ഏക ദൈവത്തെ ആർക്കും ഒരു നാളും കാണുവാൻ കഴിയുന്നതല്ല, ആരും കണ്ടിട്ടുമില്ല.
എന്നാൽ ഇവിടെ പറയുന്നത് പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവന് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ആത്മാവും അദൃശ്യനുമായ ദൈവം, അഖിലാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനായ ആ സത്യദൈവം, സ്തോത്രം, സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, ഭൂമിയിൽ വന്നാൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും ഉണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ സകല പ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്നതായ സർവശക്തനായ ദൈവത്തിന് ഒരു വ്യക്തിപരമായ ഒരു മടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ആളത്വമോ ഉള്ളതായിട്ട് കാണുന്നില്ല. എന്നാൽ അവൻ ഈ ലോകത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി അവനൊരാളത്വം സ്വീകരിച്ചു. അതിനെ ഏകപുത്രനായ ക്രിസ്തു എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ പടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ആ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലവും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവന്റെ തേജസ്സിന്റെ പ്രഭയാണ്. അവനാണ് അവന്റെ തേജസ്സിന്റെ പ്രഭ. തത്വത്തിന്റെ മുദ്രയാണ്, തത്വത്തിന്റെ അടയാളമാണ്. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവന് പ്രത്യേകമായി ഒരു മടിയില്ല, പ്രത്യേകമായിട്ട് അവനൊരു ഇരിപ്പിടമുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനായി ആത്മാവും അദൃശ്യനുമായ ദൈവമാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 38-39 ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. ഉടനെ അവൻ കർത്താവിനോട് പറയുന്നതാണ്, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അത് ചരിത്രം. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ അവർ വഴിപോകയിൽ കാണുകയും അവനിങ്ങനെ കുരുടനായി യാചകനായി ഇരിക്കുന്നത് കണ്ട് തൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? അവൻ്റെ അമ്മയപ്പന്മാരോ അവനോ? ആർ പാപം ചെയ്തിട്ടാണ് അവന് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്ന് കർത്താവിനോട് ചോദിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അതിന് കർത്താവ് മറുപടി പറഞ്ഞത്, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു.
അപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം, പിറവിയിലെ കുരുടനായ ഈ മനുഷ്യൻ യാചകനായി കാണപ്പെടുമ്പോൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി കർത്താവ് പ്രവർത്തിച്ച ഒരു പ്രവർത്തനമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ്റെ അടുക്കൽ കർത്താവ് കടന്നു ചെന്നിട്ട് അവൻ്റെ കണ്ണിലേക്ക് നിലത്തു നിന്നും തുപ്പൽ കൊണ്ട് കുഴച്ച് ചേറുണ്ടാക്കി ആ ചേർ അവൻ്റെ കണ്ണിൻ്റെ മേൽ പൂശി, ശീലോഹാം കുളത്തിൽ പോയി നീ കഴുകുക എന്നവനോട് ആവശ്യപ്പെട്ടു. അവനങ്ങനെ കടന്നുപോയി കഴുകി അവൻ്റെ കണ്ണിന് കാഴ്ച പ്രാപിച്ച് അവൻ ശുദ്ധനായി മടങ്ങി വന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒക്കെയും വളരെ അസഹ്യമായി തോന്നി. ഇവൻ ശബത്ത് നാളിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അത് ദൈവസന്നിധിയിൽ ഉചിതമല്ല എന്നൊക്കെ അവനെ പരിഹസിച്ച് പറയുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത്, കുരുടനായ മനുഷ്യൻ കാഴ്ച ലഭിച്ച് അവൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ അവനോട് കർത്താവ് ചോദിച്ചു, നീ മനുഷ്യപുത്രനെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച ഉടനെ അവൻ പറഞ്ഞത്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ അവനെ ആരാധിച്ചു. ആരാധ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. കുരുടനായ മനുഷ്യൻ അവനെ ആരാധിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ യുഗലോകത്തിൽ വന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 41-14 വാക്യഭാഗം വായിക്കുമ്പോൾ, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ എന്നവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബിനെ വിളിച്ചത് പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. പരിശുദ്ധൻ എന്നത് ദൈവത്തിൻ്റെ വ്യക്തിപരമായ പേരാണ്. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 57-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യഭാഗത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവൻ അവരുടെ കൂടെ വസിക്കുന്നു. പറഞ്ഞത്,
ഞാൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാസത്തിന് ഒരിക്കലും അവസാനം വരുന്നില്ല. ശാശ്വതമായി വസിക്കുന്നവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ളവനാണ്. ഞാൻ പരിശുദ്ധനാണ്. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ വസിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധനായ നമ്മുടെ കർത്താവ് പരിശുദ്ധൻ തന്നെയാണ്. അവൻ മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് 99-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ എന്നവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ സകലരും പുകഴ്ത്തേണ്ടത് ആവശ്യമാണ്. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ അവനെ നമസ്കരിക്കണം. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. നമ്മുടെ ദൈവമായ പരിശുദ്ധൻ യഹോവയാണ്. ആ യഹോവയായ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നവൻ എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാണ്. അവന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ എന്ന് കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പത്രോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. പിന്നീട് അതിൻ്റെ അടുത്ത ഭാഗത്തിൽ വായിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്നവിടെ കാണുന്നു. ഞാൻ വിശുദ്ധനാണ്, ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ എന്ന് കർത്താവിൻ്റെ ദാസന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അതിൻ്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പറയുന്നത്, മുഖപക്ഷം കൂടാതെ, യാതൊരു വിധമാകുന്ന മുഖപക്ഷവുമില്ലാതെ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ളതായ പ്രതിഫലം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ എന്ത് വിളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവൻ നിങ്ങളുടെ പിതാവാണ്. പിതാവെന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവമാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം
ഭയത്തോടെ കഴിപ്പീൻ. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ അഥവാ അടിമയായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവാസകാലം വളരെ ഭയത്തോടെ കഴിക്കണം എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ്. സ്തോത്രം. ദൈവം ഒരിക്കലും തൻ്റെ സൃഷ്ടിയോട് ഒരു തിന്മയും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഒരിക്കലും തെറ്റായി ശിക്ഷിക്കുകയുമില്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവം ഒരിക്കലും തൻ്റെ സൃഷ്ടിയോട് ഒരു തിന്മയും ചെയ്തിട്ടില്ല. സ്തോത്രം. പിന്നീട് നമ്മളവിടെ കാണുന്നത്, ഇനി അവൻ അങ്ങനെ യാതൊരു വിധമാകുന്ന തിന്മയും ചെയ്യുകയുമില്ല. ഒരിക്കലും അവൻ തെറ്റായി ശിക്ഷിക്കുകയുമില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവം നിർമ്മലനും സകല അശുദ്ധിയിൽ നിന്നും വേർപെട്ടവനുമാകുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവം യാതൊരു വിധമാകുന്ന മാലിന്യമില്ലാത്തവനാണ്. അവൻ സകല അശുദ്ധിയിൽ നിന്നും വേർപെട്ടവനാകുന്നു എന്ന് ദൈവത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. അശുദ്ധമായതൊന്നും തന്നെ അവനിലില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ അവനെക്കുറിച്ച് പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. അശുദ്ധമായതൊന്നും തന്നെ അവനിലില്ലാത്തത് കൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ അവനെക്കുറിച്ച് പറയുന്നത്, 1 യോഹന്നാൻ 1:5 വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദൈവം വെളിച്ചമാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു, അവനിൽ യാതൊരു മാലിന്യവും ഇല്ല, യാതൊരു അശുദ്ധിയും യാതൊരു അഴുക്കും അവനിലില്ല എന്നുള്ളത് വെളിവാക്കുന്ന ഒരു പദപ്രയോഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്നാണ്. കർത്താവിൽ നിന്ന് കേട്ട് നമ്മോട് അറിയിക്കുന്ന ദൂതാണ് അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് അല്പം പോലും ഇല്ല എന്നുള്ളതായ യാഥാർത്ഥ്യം കർത്താവ് നമ്മോട് അറിയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 59 അധ്യായത്തിൻ്റെ 1-2 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. സ്തോത്രം. തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന, തന്നോടടുത്ത് വരുന്ന, തന്നിൽ നിന്ന് സ്നേഹം അല്ലെങ്കിൽ രക്ഷ അർഹിക്കുന്ന, ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും രക്ഷിപ്പാൻ മതിയായ ദൈവമാണ് നമ്മുടെ കർത്താവ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈകൾ കുറുകിയിട്ടില്ല എന്നവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ യാചനകൾ, നമ്മുടെ നിലവിളി, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ ആവശ്യം പഠിപ്പിക്കുകയാണ്. സ്തോത്രം. എന്നാൽ പലപ്പോഴും നമുക്ക് ദൈവത്തിൽ നിന്നും വേണ്ട വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെയും
പലപ്പോഴും നമ്മുടെ നിലവിളി ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ളതായ ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതിൻ്റെ സുപ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്നവിടെ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അകൃത്യം ചെയ്യുന്നത് കൊണ്ട്, ചെയ്തുകൂടാത്ത കാര്യങ്ങൾ, അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നതും ദൈവം നിങ്ങൾക്ക് പ്രതികൂലമായി തീരുന്നു. എന്നാൽ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ നിലവിളികൾക്ക് അവൻ മറുപടി നൽകുകയും ചെയ്യും. യാതൊരു കാരണവശാലും അവൻ നമ്മെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ പാപം ചെയ്യുന്നതിനാൽ അവൻ്റെ മുഖം നിങ്ങൾ കാണാതെ വണ്ണം അവൻ മറയ്ക്കുമാറാകുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പാപരഹിതമാകുന്ന ഒരു ജീവിതമാണ് ഒരു ദൈവ പൈതലിൽ നിന്നും സ്വർഗത്തിലെ ദൈവം പ്രതീക്ഷിക്കുന്നു. പാപരഹിതമാകുന്ന ജീവിതം നയിക്കുവാൻ ഏതൊരു മനുഷ്യന് കഴിയുന്നുവോ അവനെ ദൈവം പൂർണ്ണമായും സ്നേഹിക്കുകയും അവൻ്റെ സകലവിധ വിഷയങ്ങളിലും കർത്താവ് തുണയായിരുന്ന് അവനെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച് പൂർണ്ണമായി സൗഖ്യവും സന്തോഷവും സമാധാനവും അനുഗ്രഹവും അവൻ നൽകുവാനിടയായിത്തീരുമെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഒരു പാപിയും ദൈവവും തമ്മിൽ യാതൊരു സംസർഗവും ഇല്ല എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ പാപിയായ ഒരു മനുഷ്യന് ദൈവവുമായിട്ട് യാതൊരു സംസർഗവും ചെയ്യുവാൻ കഴിയുന്നതല്ല. പാപരഹിതമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവവുമായിട്ട് സംസർഗം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. നാം ആദ്യ മനുഷ്യനിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ദൈവം സമയാസമയങ്ങളിൽ സമയോചിതമായിട്ട് അവൻ്റെ അടുക്കലേക്ക് കടന്നു വരികയും അവനുമായിട്ട് സംസർഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ സംസർഗം അവന് നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. പിന്നീട് അവനെ ന്യായം വിധിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വരുന്നത്. കർത്താവ് അവൻ്റെ അടുക്കൽ കടന്നു വന്ന് അവൻ്റെ അടുക്കലേക്ക് വരുന്ന ആ കാലൊച്ച കേട്ടപ്പോൾ തന്നെ അവൻ ഭയപ്പെടുവാനിടയായി തീർന്നു. അവന് അവൻ്റെ ശാരീരിക അവസ്ഥ നോക്കി അവന് ലജ്ജ തോന്നി. ദൈവസന്നിധിയിൽ നിന്നും അവൻ ഒളിച്ചോടുവാൻ തുടങ്ങി. മാറി നിന്നു, മറഞ്ഞു നിന്നു. അവൻ സ്വയം അവൻ്റെ നഗ്നത മറയ്ക്കുവാൻ പരിശ്രമിച്ചു.
പക്ഷേ വെയിൽ തട്ടിയപ്പോൾ അവനുണ്ടാക്കിയതായ ആ അരയാട കരിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നാം ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഏതെങ്കിലും നിലയിൽ നമ്മെ ഒന്ന് മിനുക്കിയെടുക്കുവാൻ, അഥവാ നമ്മുടെ കുറവുകൾ പരിഹരിക്കുവാൻ നാം സ്വയം ചില പൊടിക്കൈകൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആദമിനും അങ്ങനെയാണ് സംഭവിച്ചത്. നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നിന്റെ കാൽപ്പെരുമാറ്റം കേട്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് നാണം തോന്നി ഞങ്ങൾ മറഞ്ഞു നിൽക്കുന്നു എന്ന് കർത്താവിനോട് പറയുവാനിടയായി. കർത്താവ് ചോദിച്ചു, നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞതായ ആ വൃക്ഷഫലം നീ പറിച്ചു തിന്നുവോ? അതിനും അവൻ ശരിയായിട്ടുള്ള കുറ്റസമ്മതം നടത്തുകയായിരുന്നില്ല. അവന്റെ കുറ്റം അവന്റെ ഭാര്യയുടെ മേൽ ചുമത്തുവാൻ അവൻ തയ്യാറായി. അനേക ആത്മീയരുടെ ജീവിതത്തിലും എന്തെങ്കിലും വീഴ്ചകൾ, എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ തെറ്റ് സ്വയം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് തയ്യാറാകുന്നതിനേക്കാൾ അതിൻ്റെ വഴികളെക്കുറിച്ച് പറയുകയും ആ കുറ്റം മറ്റൊരാളിൽ ചുമത്തുവാനുള്ളതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിയും. ആദവും അങ്ങനെയാണ് ചെയ്തത്. ഹവ്വയോട് ചോദിച്ചപ്പോഴും അവളും അവളുടെ കുറ്റം സമ്മതിക്കുവാൻ തയ്യാറായില്ല. അവളും അതിനെ മറ്റ് മറുകൃതികൾ പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പാപിയും ദൈവവും തമ്മിൽ യാതൊരു വിധമാകുന്ന സംസർഗം ഇല്ലാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പാപം ചെയ്യുന്ന ഒരു വ്യക്തിയോട് യാതൊരു മനസ്സലിവും കർത്താവിനില്ല. കാരണം ദൈവം വിശുദ്ധനാണ്, നീതിമാനാണ്, നിഷ്കളങ്കനാണ്, വിശുദ്ധിയിൽ അധിവസിക്കുന്നവനാണ്. അതുകൊണ്ട് പാപത്തോട് യാതൊരു വിധമാകുന്ന വിട്ടുവീഴ്ചയും ഇല്ലാതെ പാപത്തെ ശിക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഓരോ ദൈവവൈതലും ഒരുക്കമുള്ളവരായിരിക്കണം. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി അവൻ്റെ മേൽ കടന്നു വരും. ദൈവത്തിൻ്റെ പിറവിയിലൂടെ അവൻ്റെ പാപപരിഹാര സ്വഭാവം വെളിപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ്റെ ജഡത്തിലുള്ള വെളിപ്പെടുത്തൽ തന്നെ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നതെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അവൻ്റെ ജഡാവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ ലോകത്തെ രക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഒരു സുനിശ്ചിതമായിട്ടുള്ള ഒരു ആകുന്നു എന്ന് പഠിക്കുവാൻ കഴിയും. അപ്പോ നമ്മുടെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാനായിട്ട് അവൻ അങ്ങനെ കടന്നു വന്നു.
അതുകൊണ്ട് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ നീതിയോടും വിശ്വസ്തയോടും ജീവിച്ച് അവന്റെ രാജ്യത്തിൽ പങ്കാളികളാകുവാൻ സകല പ്രിയപ്പെട്ടവർ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ നാഥൻ വരാൻ സമയമായിരിക്കുന്നു. ഇനി അധിക നാളുകൾ നമുക്കിവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതായ വസ്തുത നാം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസ്തയോടെ നിൽക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് അല്പസമയം തിരുവചനത്തിലൂടെ സംസാരിക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഇളയവനെ നൽകിയതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇളയവനായി അവസരത്തെ ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്കും ഇളയവനെ ബലപ്പെടുത്തിയ സർവശക്തനായ കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അല്പനിമിഷം നിന്റെ വചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ ഏഴയെ നീ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യും. കർത്താവെ, സംസാരിക്കപ്പെട്ടതായ വചനം കേൾവിക്കാരായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹവും പ്രയോജനവും പ്രചോദനവുമായി തീരുവാൻ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. ദാസന്മാരെ അനുഗ്രഹിക്കണം, ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. സകലവിധാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. മഹത്വം ചെയ്യട്ടെ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം, സ്തോത്രം.